വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം, എന്നാലേ കാര്യം മനസ്സിലാവും. പിന്നുള്ളത് ഇമ്പാക്ട് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ 2-3 ടീമായിട്ട് നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് എതിർ ടീമിനെ എന്ത് വേണമെങ്കിലും ആ 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എതിർ ടീമിന്റെ മനസ്സിന് തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാക്കുകൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ 2 മിനിറ്റ് എതിർ ടീമുള്ള ചങ്ങായി മിണ്ടാണ്ട് നിന്ന് കേട്ടോളൂ. തന്തക്ക് വിളിച്ചാൽ പോലും മിണ്ടാണ്ട് നിന്ന് കേട്ടോണം. അവന് വോയിസ് പറയണമെങ്കിൽ ജ്യൂസ് അടിക്കണം. അവന്റെ ടാർഗറ്റ് അവൻ പിടിച്ചു കഴിഞ്ഞാൽ അവനക്ക് തിരിച്ച് വോയിസ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു കോമ്പറ്റീഷൻ എന്ന നിലയിലാണ് ചെയ്യുന്നത്. ഫീൽഡിൽ പോകുന്ന നമ്മൾ സ്വന്തം പേഴ്സണൽ ഫോണൊന്നും തരില്ല. ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊരു തൊഴിൽ ചൂഷണം നടക്കുന്നുവെന്നറിഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കാനായേക്കില്ല. GPL, HPL എന്നീ ചുരുക്കപ്പേരുകളിലുള്ള സ്ഥാപനം ജർമ്മൻ ഫിസിക്കൽ ലബോറട്ടറി, ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്നീ പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് മാനേജർ പദവി വാഗ്ദാനം ചെയ്താണ് ക്രൂരമായ തൊഴിൽ പീഡനം നടത്തുന്നത്. പച്ചത്തറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെന്റ് ആണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടെ വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ ഏറ്റം വരെ വേണം. ഈ ചീഞ്ഞ പടവില്ല, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് മീസിൽ പോയണ പടം വാങ്ങിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്ക്. ആ ചീഞ്ഞ പടം എടുത്തെണ്ണം വന്നിട്ട് അതിന് വേണ്ടി തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടികൊണ്ട് മാത്രമല്ല അടിക്കുന്നത്. വടികൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിലെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ 2000 താഴെ പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്തിരിക്കും, ആണുങ്ങളുടെ പാന്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താ ചഴിക്കുക, ഇന്നറിലേക്ക് നിൽക്കുന്നത് പരസ്പരം കാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം എറണാകുളത്തുള്ള എല്ലാ പോലീസും അവിടുത്തെ ശരിക്കും ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ നമ്മളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വരുമാനം ഉണ്ടാക്കാതെ നമ്മൾക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല. അതൊരു പരമമായ സത്യമാണല്ലോ. നമ്മൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യണം, അല്ലാതെ നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് മാറണം. നമ്മുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു സ്ഥാപനമായാലും അവിടെ നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അവിടെ പ്രതികരിക്കാൻ അതിനുള്ള സിസ്റ്റവും നമുക്ക് ഇവിടെ ഉണ്ട്. അത് കൃത്യമായി ഉപയോഗിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. ഒട്ടുമിക്ക പേരും പണത്തിന്റെ മുന്നിലും ജോലിയുടെ മുന്നിലും നിസ്സഹായരായി പോയിട്ടാണ് നമ്മളെ പല കോർപ്പറേറ്റ് കമ്പനികളെ ഇതുപോലെ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ ഇതുപോലുള്ള അടിമത്തം കാണിക്കുന്ന പരിപാടി എവിടെ കണ്ടാലും അത് എന്ത് കാരണവശാലും വെച്ച് പുലർത്താനോ സപ്പോർട്ട് ചെയ്യാനോ പാടില്ല. അത്രയും തലകുടിച്ച് നിൽക്കാൻ വേണ്ടി നമ്മളുടെ രാജാവിന്റെ കാലഘട്ടത്തിലൊന്നുമല്ലോ ജീവിക്കുന്നത്. ജനാധിപത്യ രാജ്യമല്ലേ. ഇവിടെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. പ്രതികരിക്കേണ്ട രീതിയിൽ ഇതൊക്കെ പ്രതികരിക്കണം. ഇത് പ്രതികരിക്കാതിരുന്നതും ഒരു തെറ്റാണ്. ഇടയ്ക്കൊരു വമ്പൻ കോർപ്പറേറ്റ് മുതലാളി പറയുന്നത് ഞാൻ കേട്ടു, 12-13 മണിക്കൂറൊക്കെ ഇന്ത്യക്കാർ പണിയെടുക്കണമെന്ന്. അത്രേ ഇതുപോലെ പ്രഷർ കൂടുതൽ ഈ സെയിൽസ്, മാർക്കറ്റിംഗ്, ഈ ഫിനാൻഷ്യൽ സർവീസസ് അങ്ങനെയുള്ള സംവിധാനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ടാർഗറ്റ് വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉള്ളതും ടാർഗറ്റിന്റെയൊക്കെ പ്രഷർ വരുന്നതും. ഞാനും കുറച്ച് നാൾ ഒരു ബാങ്കിങ് സെക്ടർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെക്ടറിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു. അവിടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് സെല് ചെയ്യാനുണ്ടായിരുന്നു. ആക്ച്വലി അത് ലോണാണ്, നമ്മൾ ലോൺ കൊടുക്കാറുണ്ട്. അത് തിരിച്ച് വാങ്ങാൻ ചെല്ലുമ്പോൾ ആൾക്കാർ പലപ്പോഴും നമ്മളെ വളരെ മോശമായിട്ടൊക്കെ പെരുമാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നമുക്കും ടാർഗറ്റ് ഉണ്ടായിരുന്നു. അവിടെ എനിക്കൊരു മാനേജർ ഉണ്ടായിരുന്നു, ഒരു തങ്കപ്പെട്ട മാനേജർ, അനിൽ സാർ. പുള്ളിയെ പോലെ ഒരു വ്യക്തിയുടെ മാനേജറെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ മാനേജറായിട്ട് ഇരുന്നിട്ട് അയാൾ കൂടെ ഇറങ്ങി വന്ന് പണി എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ എടുക്കേണ്ട പണി കൂടെ അയാൾ എടുക്കുന്ന ഒരാൾ. അങ്ങനത്തെ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അതുപോലത്തെ ആൾക്കാരും ഉണ്ടായിരുന്നു, ഇതുപോലത്തെ വൃത്തികെട്ടവന്മാരും ഉണ്ട്. സുഹൃത്തുക്കളെ, ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മളെ ചൂഷണം ചെയ്ത് തുടങ്ങിയത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കണം. അവർ പ്രതികരിച്ചേ പറ്റും. പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ